യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വ്യാപകമായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് ഗിവ് അവേ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനായിരിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ 10 ലക്ഷം രൂപ വിലയുള്ള കാറും അതുപോലെ തന്നെ ലക്ഷങ്ങളൊക്കെ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നേ എന്നാണ്. അപ്പോൾ ഗിവ് അവേയുടെ ഒരു പ്രവർത്തന രീതി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കോണ്ടന്റ് ക്രിയേറ്ററോ ആയിരിക്കും ഈ ഗിവ് അവേ നടത്തുന്നത്. അപ്പോൾ അതിൽ സ്പോൺസറായിട്ടൊരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഉണ്ടാവും. അതിൽ കൂടുതലും ബ്രാൻഡ് ആയിരിക്കാനാണ് സാധ്യത. ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് വ്യക്തി വരാറുള്ളത്. അപ്പോൾ ഗിവ് അവേ പങ്കെടുക്കാനായിട്ട് അവർ നോർമലി പറയാറുള്ള ഒരു കാര്യം അവരുടെ ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഇൻഫ്ലുവൻസറുടെ പേജ് ഫോളോ ചെയ്യുക, സ്പോൺസർ ചെയ്യുന്ന ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെയോ പേജ് ഫോളോ ചെയ്യുക. അങ്ങനെ 2 പേജുകളും ഫോളോ ചെയ്യുക, ആ വീഡിയോ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ടാഗ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് മെയിനായിട്ട് ഗിവ് അവേയുടെ ഒരു കോൺടെസ്റ്റിൽ പറയാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനോ അങ്ങനെയുള്ളതൊക്കെ പറയാറുണ്ട്. ഇതിൽ 3 പാർട്ടീസാണ് മെയിനായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഒന്നാമത്തേത് അത് നടത്തുന്ന ആ ഇൻഫ്ലുവൻസർ, രണ്ടാമത്തെ ആൾ അത് സ്പോൺസർ ചെയ്യുന്ന ആ ബ്രാൻഡോ അല്ലെങ്കിൽ ആ വ്യക്തിയോ, മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന വ്യൂവേഴ്സാണ്. അപ്പോൾ ഈ വ്യൂവേഴ്സിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അറിയാം. വെറുതെ ഒരു കമൻറ്റ് ഇട്ട അല്ലെങ്കിൽ വെറുതെ ഒന്ന് ആ വീഡിയോ ഷെയർ ചെയ്താൽ ചിലപ്പോൾ 10 ലക്ഷം രൂപയുടെ കാറോ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസൊക്കെ വിൻ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് വ്യൂവേഴ്സിനെ സംബന്ധിച്ച് അതുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഗിവ് അവേ കൊണ്ട് ഈ യൂട്യൂബർക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സർക്കോ ഉള്ള പ്രയോജനം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേജിൻ്റെ ഫോളോവേഴ്സ് കൂടും. ഈ സ്പോൺസറുടെ പേജ് ഫോളോ ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ അവരുടെ പേജും കൂടെ ഫോളോ ചെയ്യാൻ പറയുമല്ലോ. അപ്പോൾ അതുവഴി അവരുടെ പേജിൻ്റെ ഫോളോവേഴ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ അതുവഴി അവർക്കത് ബ്രാൻഡ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗിവ് അവേയിൽ സ്പോൺസറായി വരുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്ന് ഇവർ ഇതിനു വേണ്ടി ഒരു ചാർജ് ഈടാക്കും. അതും അവർക്ക് ആ ഗിവ് അവേയിൽ നിന്നുള്ള എക്സ്ട്രാ ഒരു വരുമാനമായിട്ട് മാറും. ഇനി അടുത്ത ചോദ്യം, ഇതിലത്തെ മെയിൻ ആൾ, ഈ കാശ് മുടക്കുന്ന ആൾ, അതായത് സ്പോൺസർ, അത് കൂടുതലും ബ്രാൻഡോ അല്ലെങ്കിൽ വ്യക്തിയോ ആയിരിക്കും. അവർക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? പ്രൊമോട്ട് ചെയ്യാൻ വേറെയും ഒരുപാട് വഴികൾ ഉണ്ടായിട്ടും എന്തിനായിരിക്കും ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ വ്യക്തി ഗിവ് അവേ നടത്തുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് 1-2 കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഗിവ് അവേ നടത്തുന്നത് വഴി കിട്ടുന്ന ഒരു നല്ല ഇമേജ്, ആ ബ്രാൻഡിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു നല്ല ഇമേജ്, ചാരിറ്റി ചെയ്യുക അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു ഇമേജാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പൂർണ്ണമായും മാർക്കറ്റിംഗ് ബഡ്ജറ്റിൽ പെടുത്തി ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗിവ് അവേ നടത്തുന്നത് വഴി ഒരു ബ്രാൻഡിൻ്റെ പേജിന് 5 ലക്ഷം ഫോളോവേഴ്സ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ഗിവ് അവേ ആയിട്ട് കൊടുത്തത് ഒരു 10 ലക്ഷം രൂപയുടെ കാറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് ചിലവായത് 10 ലക്ഷം രൂപ, കിട്ടിയ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 5 ലക്ഷം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫോളോവേഴ്സിന് അയാൾക്ക് ചിലവായത് 2 രൂപയാണ് അയാൾക്ക് ഒരു ഫോളോവേഴ്സിനെ കിട്ടാനായിട്ട് ചിലവായത്. ഇനി ഈ സെയിം 5 ലക്ഷം ഫോളോവേഴ്സിനെ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം ചെയ്ത് കിട്ടണമെങ്കിൽ എത്ര രൂപ ചിലവാകും എന്ന് നോക്കാം. അതിനായിട്ട് ആ ഒരു ബ്രാൻഡ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എന്തെങ്കിലും ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ട് അതിനെ ഇൻസ്റ്റാഗ്രാമിലെ പെയ്ഡ് പ്രൊമോഷൻ വഴി അതിനെ പ്രൊമോട്ട് ചെയ്യണം. അതിന് വേണ്ടി മേറ്റ ആഡ് സെറ്റ് ചെയ്ത് അതിൽ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് പെയ്ഡ് പ്രൊമോഷൻ വഴി ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് ചെറിയൊരു ശതമാനം ആൾക്കാർ ഫോളോവേഴ്സായിട്ട് മാറും. അപ്പോൾ ഏകദേശം ഒരു 1 കോടിയും 1.5 കോടിക്കും ഇടയിൽ ആൾക്കാരുടെ പ്രൊഫൈലിലേക്ക് എത്തിയാൽ മാത്രമാണ് ഏകദേശം ഒരു 5 ലക്ഷം ഫോളോവേഴ്സ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതിന് ഏകദേശം ഒരു 15 ലക്ഷം രൂപ തൊട്ട് ചിലപ്പോൾ 20 ലക്ഷം രൂപ വരെ ചിലവാകാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോരുത്തരുടെയും മേറ്റ ആഡ് സെറ്റ് ചെയ്യാനുള്ള കഴിവ് അങ്ങനെയുള്ള കാര്യങ്ങളനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ 15 ലക്ഷം രൂപ ചിലവായാൽ പോലും അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫോളോവേഴ്സിന് 3 രൂപ വെച്ച് ചിലവായി. പക്ഷേ ഗിവ് അവേ വഴി ഒരു ഫോളോവേഴ്സിന് 2 രൂപയേ ആയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലും ഈ ഗിവ് അവേനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 5 ലക്ഷം ഫോളോവേഴ്സിനെ ഉണ്ടാകാനായിട്ട് മേറ്റ ആഡ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ പെയ്ഡ് പ്രൊമോഷൻ വഴി ചെയ്യുമ്പോൾ ഇതിന് വേണ്ടി വരുന്ന മുഴുവൻ തുകയും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ചെയ്യാൻ പറ്റുള്ളൂ. മേറ്റ ആഡ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെയാണ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ അതിലേക്ക് പൈസ ഇടാനുള്ള ഓപ്ഷനൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ഗിവ് അവേ കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ടെങ്കിൽ, ഇവരുടെ കയ്യിൽ ബ്ലാക്ക് മണി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഈ ഗിവ് അവേ നടത്താൻ പറ്റും. പ്രത്യേകിച്ച് ഈ മേടിക്കുന്ന വണ്ടിയൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ അത് കയ്യിലിരിക്കുന്ന ബ്ലാക്ക് മണി ഉപയോഗിച്ച് മേടിക്കാം. അതുപോലെ തന്നെ ക്യാഷായിട്ടാണ് പ്രൈസ് കൊടുക്കുന്നതെങ്കിൽ അതും ബ്ലാക്ക് മണി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ
ആ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് മണി വച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടും ഗിവ് അവേനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗിവ് അവേ കൊണ്ട് ഈ ബ്രാൻഡുകൾക്ക് പ്രയോജനമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വ്യക്തികൾക്ക് ചിലപ്പോൾ പ്രയോജനം ഉണ്ടാവും. അവർ ചിലപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അവർക്കൊരു സമൂഹത്തിൽ നല്ല ഇമേജ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ വ്യക്തികൾ ചിലപ്പോൾ ഈ ഗിവ് അവേയിൽ സ്പോൺസർ ആകുന്നത്. ഒരു ബിസിനസ് ബ്രാൻഡ് ഗിവ് അവേയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇവരുടെ ആ ഒരു ഉദ്ദേശം, മാർക്കറ്റിംഗ് ഉദ്ദേശം നടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 80% ബ്രാൻഡുകൾക്കും അവരുടെ ഒരു മാർക്കറ്റിംഗ് ഉദ്ദേശം നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ഇതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നതിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ്, പ്രത്യേകിച്ച് 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊന്നും ഈ ബിസിനസ്സിൻ്റെയോ ബ്രാൻഡിൻ്റെയോ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ ഒരു സെക്ഷനിൽ വരുന്ന ആൾക്കാരാകാൻ സാധ്യതയില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഈ ഗിവ് അവേയിൽ സ്പോൺസറായിട്ട് കൊടുക്കുന്നത് ലാപ്ടോപ്പ് വിൽക്കുന്ന ഒരു ബ്രാൻഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ഒരു നോർമലി ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ചിലപ്പോൾ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും സാധ്യത കൂടുതൽ. ചിലപ്പോൾ 25 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്ര രൂപ സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ അവരുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ്. പക്ഷേ ചിലപ്പോൾ ഈ ഗിവ് അവേ വഴി അവർക്ക് കിട്ടുന്ന ഈ ഫോളോവേഴ്സിൽ 5 ലക്ഷം ഫോളോവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 5 ലക്ഷം ഫോളോവേഴ്സിലും ചിലപ്പോൾ കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കാം, 20 വയസ്സിൽ താഴെയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ 22 വയസ്സിൽ താഴെയുള്ളവരായിരിക്കാം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടി, പക്ഷേ അതിൽ നിന്ന് അവരുടെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതുമാത്രമല്ല, ആ ഗിവ് അവേ കഴിയുമ്പോൾ പല ആൾക്കാരും പേജ് അൺഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഈ ബ്രാൻഡ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നടത്തുന്ന പല അപ്ഡേറ്റുകളൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരു ടാർഗറ്റഡ് കസ്റ്റമർ അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഈ ഗിവ് അവേ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് ഇത് നടത്തുന്ന ആ ഒരു ഇൻഫ്ലുവൻസർക്കാണ് ഇതിൻ്റെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പങ്കെടുക്കുന്ന വ്യൂവേഴ്സിന് എല്ലാവരും ഇമോഷണലി കണക്റ്റ് ആവുന്നത് ഈ ഇൻഫ്ലുവൻസർ ആയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബർ ആയിട്ടാണ്. അല്ലാതെ ബ്രാൻഡുമായിട്ട് ഒരു രീതിയിലും കണക്റ്റ് ആവുകയില്ല. ഈ സ്പോൺസർ എന്നുള്ള ആൾ ഓരോ ഗിവ് അവേയിലും മാറി മാറി വരും. അപ്പോൾ അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്ന വ്യൂവേഴ്സിനെല്ലാം ഇമോഷണലി കണക്റ്റ് ആവുക ആ ഇൻഫ്ലുവൻസറുമായിട്ടായിരിക്കും. ആ ഇൻഫ്ലുവൻസറിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂടുകയുള്ളൂ. ഇതിൽ സ്പോൺസർ ചെയ്യുന്ന ബ്രാൻഡുമായിട്ട് ഇമോഷണലി കണക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ബ്രാൻഡുകൾക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ സ്പോൺസറായിട്ട് പങ്കെടുക്കുന്ന ഈ ബിസിനസ് ബ്രാൻഡുകൾക്കൊക്കെ ഗിവ് അവേ കൊടുക്കുന്നതിനേക്കാളും വളരെ ബെറ്റർ ആ ഒരു എമൗണ്ട് ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പെയ്ഡ് ആഡ് റൺ ചെയ്ത്, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ശരിക്കുമുള്ള ഒരു കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഏജ്, അവരുടെ ഇൻകം, അവരുടെ ലൊക്കേഷൻ, അങ്ങനെ എല്ലാ രീതിയിലും ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ഇടുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റുകളിലും റീൽസിലും വീഡിയോസിലൊക്കെ അവർ എൻഗേജഡ് ആവാനും അതിൽ കമൻറ്റ് ഇടാനൊക്കെ സാധ്യതയുണ്ട്. ഫ്യൂച്ചറിൽ അവർ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു സർവീസ് വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 80% ബ്രാൻഡുകൾക്കും ഈ ഗിവ് അവേ നടത്തുന്നതിനേക്കാളും ബെറ്റർ യൂട്യൂബിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഗിവ് അവേയുടെ ബിസിനസ് മോഡലിനെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം.